നമസ്കാരം. പാകിസ്ഥാനിലെ സർക്കാരും അവിടുത്തെ സൈന്യവുമെല്ലാം എല്ലാ കാലത്തും ശത്രുക്കളെ പോലെ കാണുന്ന ഒരു വിഭാഗമാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ. അവർക്ക് നേരെ ഉണ്ടാകുന്ന അവഗണനയ്ക്കെതിരെ എപ്പോഴെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെല്ലാം തന്നെ അടിച്ചമർത്താനും ചോരപ്പുഴ ഒഴുക്കി ഇല്ലാതാക്കാനുമാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പാക് സർക്കാരിൻ്റെ ഇത്തരം അടിച്ചമർത്തലിന് എതിരെ അതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ കഴിഞ്ഞ ദിവസം വരെ അവിടെ പാകിസ്ഥാനിലെ സൈന്യം നടത്തിയ വെടിവെപ്പിലും മറ്റ് അക്രമങ്ങളിലും 80-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായ തോതിലാണ് സർക്കാർ തങ്ങൾക്ക് നേരെ നടത്തുന്ന ശത്രുതാ മനോഭാവത്തിനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള സമരം നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ അയാളെ തന്നെ ഏറിലാക്കിയിരിക്കുകയാണ്. ഖോജ ആസിഫ് പറഞ്ഞത്, ഞങ്ങൾക്ക് നേരെ പ്രക്ഷോഭം നടത്തുന്ന ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ ഞങ്ങൾ ശത്രുക്കളായി തന്നെ കാണും. അത് ഏതുപോലെ ഇന്ത്യ എങ്ങനെയാണോ ഞങ്ങൾ ശത്രുവായി കാണുന്നത് അതേപോലെ തന്നെ അവരെയും കണക്കാക്കും എന്നാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യ എന്ന രാജ്യം തങ്ങളുടെ ശത്രുവാണ് എന്ന് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ്. ഇന്ത്യ എങ്ങനെയാണോ തങ്ങൾ കണക്കാക്കുന്നത് അതുപോലെ പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്ന ജനങ്ങളെയും ഞങ്ങൾ കാണുമെന്നും അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുമാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇയാൾ ശത്രു രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യക്ക് നേരെ എന്നൊക്കെ പാകിസ്ഥാൻ കൈ ഉയർത്തിയിട്ടുണ്ടോ അന്നെല്ലാം തന്നെ ഇന്ത്യ അതിശക്തമായ തോതിൽ തിരിച്ചടി നൽകുകയും പാകിസ്ഥാനെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും പറയുമ്പോൾ ഒരു ഒഴുക്കിന് പറയുന്ന രീതിയിലായിരിക്കാം ഇയാൾ ഒരുപക്ഷെ ഞങ്ങൾ ഇന്ത്യ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഇവിടെയുള്ള ജനങ്ങളെയും കാണുന്നത് എന്ന് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ രൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. നയതന്ത്ര തലത്തിൽ പോലും ഇത് വലിയൊരു ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ഭീകരർക്ക് അഭയം കൊടുക്കുന്ന സ്വന്തം നാട്ടിലെ ജനങ്ങളെപ്പോലും കൊന്നുകൊള്ളുന്ന രാജ്യമാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടെ പാകിസ്ഥാനെ പുകഴ്ത്തുകയും ഇറാനുമായുള്ള യുദ്ധത്തിന് മധ്യസ്ഥനായ പാകിസ്ഥാനെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ സെനറ്റർമാർ ട്രംപിനോട് കർശനമായി പറഞ്ഞു, ഈ പാകിസ്ഥാനെ അടുപ്പിക്കരുത്, കാരണം ഇവർ നമ്മുടെ രാജ്യം ആക്രമിക്കാൻ ശ്രമിച്ച, ഇവിടെ തീവ്രവാദി ആക്രമണം നടത്തിയ ബിൻ ലാദന് വർഷങ്ങളോളം അഭയം കൊടുത്ത രാജ്യമാണ്, ഇവരെ വിശ്വസിക്കരുത് എന്ന്. അതുപോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ മേഖലകളിലും തകർന്നു തരിപ്പണമായി കടം കയറി മുടിഞ്ഞ ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളുണ്ടായ അക്രമങ്ങളിൽ തന്നെ 34 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് 14 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് സർക്കാർ വൃത്തങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നതെങ്കിലും 34ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ സമരത്തെ, ഈ പ്രക്ഷോഭത്തെ, ഈ ജനകീയ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ തന്നെയാണ് പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പണ്ട് പാകിസ്ഥാനിൽ 1970കളുടെ ആദ്യം കിഴക്കൻ ബംഗാൾ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ, അവിടെ ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തെ ഏത് രീതിയിലാണോ അടിച്ചമർത്തിയത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല, ബലൂചിസ്ഥാനിലും അവിടെ ജനങ്ങൾ ഈ പാക് സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും നടപടികൾക്കെതിരെ, അവരുടെ മുതലെടുപ്പുകൾക്കെതിരെ അത് ശക്തമായ തോതിലുള്ള പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവിടെയെല്ലാം പാകിസ്ഥാൻ ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ യുദ്ധവിമാനം വെച്ച് ബോംബിട്ട് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഇനിയും പരസ്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ ഒന്നുമല്ല എന്ന് 100 തവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കണം കേന്ദ്ര സർക്കാർ കരുതേണ്ടതും. ഏതായാലും ഈ ഖോജ ആസിഫിൻ്റെ പ്രസ്താവനയിൽ പലരും അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തെ പ്രതിരോധ മന്ത്രി പരസ്യമായി ഞങ്ങളെ ശത്രുവാണ് ഇന്ത്യ എന്ന് വിളിച്ചു പറയുക എന്ന് പറയുന്നത് അത് കുറച്ച് നയതന്ത്ര തലത്തിലൊരു മര്യാദകേടായിട്ട് വേണം കണക്കാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇയാൾ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ഭരണാധികാരികൾ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ സൈന്യത്തിൻ്റെ അടിമകളാണ്. ശരിക്കും പാകിസ്ഥാൻ ഇപ്പോഴും ഭരിക്കുന്നത് അവിടുത്തെ സൈനിക മേധാവി തന്നെയാണ്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ സ്വന്തം നാട്ടുകാരെ പോലും കൊന്നുകൊള്ളുന്നതിന് ന്യായീകരിക്കാൻ തങ്ങൾക്ക് ഇന്ത്യയുമായി ശത്രുതയുണ്ടെന്നും ഇന്ത്യക്കാരെ കണക്കാക്കും പോലെ, അല്ലെങ്കിൽ ഇന്ത്യ കണക്കാക്കും പോലെ സ്വന്തം നാട്ടുകാരെ കണക്കാക്കും എന്നും ഉറക്കെ വിളിച്ച് പറയുന്ന ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ വിവരക്കേടിനെ കുറിച്ചാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത്.